എല്ലാവർക്കും നമസ്കാരം. നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഫലമാണ് നോക്കുന്നത്. ഈ വർഷം എന്ന് പറഞ്ഞാൽ 2025 ജാനുവരി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തിലെ വാർഷിക ഫലം, സാമാന്യ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഈ വാർഷിക ഫലം കേൾക്കുമ്പോൾ ഇതെല്ലാം അതേപോലെ വന്നില്ല എന്ന് പരിഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരുടെ ജനന സമയം, അവരുടെ ദശാകാലം, അവരുടെ നക്ഷത്രഫലം അല്ലെങ്കിൽ അവരുടെ അപഹാരങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും പൊതുവേ ഉള്ള ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രാശിഫലമാണ് എല്ലായ്പ്പോഴും പറയുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നക്ഷത്രഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ നക്ഷത്രമായത് എന്നത് ഒന്ന് ചുരുക്കി പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. ആ സൗരയൂഥത്തിൽ നമ്മൾ ആവിർഭവിക്കുന്ന ആ സമയത്ത് നമ്മളുടെ ഈ ചന്ദ്രനാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ വേദിക് അസ്ട്രോളജി എന്ന് പറയുന്ന ഈ വേദത്തിൻ്റെ കണ്ണുകളായ ജ്യോതിഷം നമുക്ക് പറഞ്ഞു തരുന്നത് ചന്ദ്രൻ്റെ പ്രാധാന്യത്തിലൂടെയാണ്, അല്ലെ ചന്ദ്രനിലൂടെയാണ് പല കാര്യങ്ങളും വ്യക്തമാക്കി തരുന്നത്. ചന്ദ്രൻ്റെ ചലനം. അപ്പോൾ ചന്ദ്രൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു എലിമെൻ്റാണ്. അപ്പോൾ ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു കൃത്യമായ ഒരു ഭ്രമണപഥത്തിലാണ്. ഈ ഭ്രമണപഥം എന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ ചുറ്റുമുള്ള നക്ഷത്ര മേഖലകളാണ്. 28 നക്ഷത്രങ്ങളാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ചുറ്റുമുള്ളത്. 27 നക്ഷത്രങ്ങളാണ് സാധാരണയായി നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഇടയ്ക്കുള്ള അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയാറില്ല. അത് തിരുവോണത്തിൻ്റെയും ഉത്രാടത്തിൻ്റെയും കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അധികമായി പറയാത്തത്. അതുകൊണ്ട് ഈ നക്ഷത്രത്തിന് യാതൊരു മാറ്റവും ഇല്ല. നക്ഷത്രങ്ങൾ ചലിക്കാറില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നക്ഷത്ര മേഖലയ്ക്ക് മാറ്റമില്ല. നമ്മുടെ നക്ഷത്രം ജനിക്കുന്നത് മുതൽ മരണം വരെ ആ നക്ഷത്രം തന്നെയായിട്ട് തുടരും. ഈ നക്ഷത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ അശ്വതി മുതലുള്ള നക്ഷത്രക്കാരുടെ വർഷത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. അശ്വതി നക്ഷത്രം ഈ വർഷം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് മറ്റ് വർഷങ്ങളെക്കാൾ ഏകദേശം ഒരു 10 വർഷങ്ങളായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ ഒരു തീർച്ചയില്ലായ്മ, ജീവിതത്തിൽ ഒരു കാര്യത്തിന് ഒരു ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാനുള്ള തടസ്സം, അതെല്ലാം ഈ വർഷം പരിഹരിക്കുന്നതാണ്. പ്രത്യേകിച്ചും അവർക്ക് മാർച്ചിന് മുമ്പായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അവർക്ക് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ്. പുതിയതായി ബിസിനസ് തുടങ്ങുന്നവർക്ക് അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതേപോലെ തന്നെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളൊക്കെ അനുകൂലമായി വരുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ മാറും. എങ്കിലും മാർച്ചിന് ശേഷം സാമ്പത്തികമായി കുറച്ചൊരു മുറുക്കം അനുഭവപ്പെടാം. ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചില പരിഹാരങ്ങളൊക്കെ ചെയ്യാം. വിഷ്ണുവിന് നെയ്വിളക്ക് കത്തിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല പരിഹാരമാണ്. ശനൈശ്ചരനെ പൂജിക്കുന്നത്, അതായത് ശനൈശ്ചരൻ എന്ന വാക്ക് ശനി എന്ന് പറയുന്ന പ്ലാനറ്റിനെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ശനൈശ്ചരൻ എന്നാണ് ശനിയെ ഉച്ചരിക്കേണ്ടത്. ശനൈശ്ചരന് അർച്ചന, പ്രദക്ഷിണം, നീരാഞ്ജനം ഇതൊക്കെ നടത്തുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമായ അനുഭവങ്ങൾ കൊടുക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഈ വർഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വന്നു ചേരും. ഒരുപാട് അനുകൂലമായ കാര്യങ്ങളാണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ഇത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വളരെ അനുകൂലമായി വരുമെങ്കിലും
ഒരുപാട് കാര്യങ്ങൾ വിപരീതമായി വർഷത്തിൻ്റെ അവസാന ഭാഗത്ത് അനുഭവിക്കേണ്ടതായി വരും. അത് ഈശ്വര ഭജനം കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നാണ്. അവരുടെ വിവാഹ കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങളാണ് മുഖ്യമായും കാണുന്നത്. അതേപോലെ സാമ്പത്തികമായി ഉള്ള ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ വർഷം അവസാനം അവർക്ക് അതിനെ ചൊല്ലി വളരെ ക്ലേശങ്ങളും തർക്കങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അവർ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും മാർച്ചിന് മുമ്പ് അവർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. കാരണം ശനിയുടെ മാറ്റം മാർച്ച് 29-നാണ് വരുന്നത്. അതിനു മുമ്പ് അവർക്ക് ഒരുപാട് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഭഗവതിയെ ഭജിക്കുക, ഈശ്വര സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളെ ദർശനം നടത്തി 7 പ്രദക്ഷിണം വയ്ക്കുക. അതേപോലെ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്തുകൊണ്ട് ലളിതാ സഹസ്രനാമം ഭജിക്കുക. ഇതൊക്കെ ഇവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നതാണ്. ശാസ്താ ക്ഷേത്രത്തിൽ പോകുന്നതും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സാധ്യമാകുന്നതാണ്. ദീർഘമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാഗ്യങ്ങൾ വന്നു ചേരുമെങ്കിലും തക്ക സമയത്ത് അത് അനുഭവിക്കാനായിട്ടുള്ള യോഗം കാണുന്നില്ല. അതിനാൽ ഈശ്വര ഭജനം അനിവാര്യമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗമായ മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണ്. കാർത്തിക നക്ഷത്രത്തിൽ മേടക്കൂറിൽ വരുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത്. അവർക്ക് വിവാഹത്തിന് നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വിവാഹ കാര്യങ്ങൾ നടക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മാറിക്കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നുണ്ട്. കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരമാകുമെങ്കിലും ചികിത്സയിലൂടെ അവർക്ക് വളരെയധികം വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാണ്. നല്ല ചികിത്സ ലഭിക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അതേപോലെ അവർക്ക് ഇപ്പോൾ അവർ ഭജിക്കേണ്ടത് സുബ്രഹ്മണ്യനെയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും കാവടി മുതലായ നേർച്ചകൾ സമർപ്പിക്കുകയും ശാസ്താപ്രീതി ഉണ്ടാക്കുകയും ചെയ്യുക. ദിവസേന രാമനാമങ്ങൾ ജപിക്കുന്നതും ഇവർക്ക് അനുകൂലമായി കാണുന്നു. അടുത്തായി നമുക്ക് കാർത്തിക നക്ഷത്രം ഇടവക്കൂറിൽ വരുന്ന മുക്കാൽ ഭാഗത്തെക്കുറിച്ച് നോക്കാം. കാർത്തിക മുക്കാലിന് വരുന്ന അനുഭവങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അവർക്ക് ആദ്യകാലങ്ങളിൽ ഭയങ്കരമായ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മധ്യഭാഗത്ത് അവർക്ക് അപ്രതീക്ഷിതമായ ചില ആഘാതങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചില മാനസിക അവസ്ഥയിലേക്ക് അവർ വന്നു ചേരാവുന്നതാണ്. അവർക്ക് യോഗ മെഡിറ്റേഷനൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. വളരെ വിശ്വാസത്തോടു കൂടി ഈശ്വര ഭജനം നടത്തുകയും യാത്രകൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വർഷത്തെ ആദ്യകാലങ്ങളിൽ അവർക്ക് ഉപകാരപ്രദമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെ ആശങ്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ വർഷത്തിൻ്റെ പകുതിയോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. ദീർഘമായ വീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും ഇത്. പൊതുവെ ഈ വർഷം അവർക്ക് അനുകൂലമായ ഒരു വർഷമാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നു ചേരുന്ന ചില പ്രത്യാഘാതങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പൊതുവെ അനുകൂലമാണ്. ഇവർ ചെയ്യേണ്ടത് ഹനുമാനെ പ്രാർത്ഥിക്കുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. ശ്രീകൃഷ്ണസ്വാമിക്ക് അർച്ചനകൾ, ഭാഗ്യസൂക്ത അർച്ചനകൾ, അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാസൂക്തം അർച്ചനകൾ ഒക്കെ ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്താവുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവായി കണ്ടുവരുന്ന തടസ്സങ്ങൾ, ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉള്ള വർഷമായിരിക്കും 2025. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽക്ക് അവരുടെ തടസ്സങ്ങൾക്ക് പരിഹാരങ്ങളാകും. എന്നാൽ ചില അപ്രതീക്ഷിതമായ വേർപാടുകൾ അനുഭവിക്കേണ്ടി വരും. സന്തോഷം തരുന്ന ഒരുപാട് അനുഭവങ്ങൾ വരുമെങ്കിലും സങ്കടം തരുന്ന
അതിന് തുല്യമായ ചില അനുഭവങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈശ്വര ഭജനത്തിലൂടെ ഇതിനെ നമുക്ക് അതിജീവിക്കാവുന്നതാണ്. ദീർഘയാത്രകൾ ഇവർക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. യാത്രാ ക്ലേശം മൂലം വരുന്ന അസുഖങ്ങളും ഉദരരോഗവും ഒഴിവാക്കാനാവാത്തതായി കാണുന്നു. അതിനായി ഈശ്വര ഭജനം ആവശ്യമാണ്. ആത്മധൈര്യം കുറവുള്ളവർക്ക് ആത്മധൈര്യം വീണ്ടെടുക്കാനുള്ള അവസരമാണ് മെയ് മാസം മുതൽ കാണുന്നത്. അവർ കൂടുതൽ പരിശ്രമിച്ചാൽ കൂടുതലായി ഫലം കണ്ടുവരുന്നതാണ്. എന്നാൽ ചില അനുഭവ യോഗങ്ങൾ കുറഞ്ഞ ആളുകൾക്ക് ശ്രീകാളഹസ്തിയിൽ പോയി ദർശനം നടത്തി രുദ്രാഭിഷേകം തൊഴുത് രാഹുകേതു പൂജ ചെയ്ത് തിരിച്ചു വന്ന് അടുത്തുള്ള മഹാക്ഷേത്രത്തിൽ വയസ്സിനോട് 1 വയസ്സ് കൂടെ കൂട്ടി +1 രുദ്രാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ രോഹിണി നക്ഷത്രക്കാരുടെ പല ദുരിതാനുഭവങ്ങളും നല്ല അനുഭവങ്ങളായി മാറുകയും വളരെയധികം ക്ലേശങ്ങൾക്ക് സമാധാനം കിട്ടുകയും ചെയ്യും. അടുത്തതായി മകയിരത്തിൻ്റെ പകുതി, അത് ഇടവക്കൂറിൽ വരുന്ന മകയിരക്കാർക്കാണ്. മകയിരത്തിൻ്റെ പകുതിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർ മകയിരം അര നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമാന്യേന ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമുള്ള ഒരു വർഷമായിരിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വന്ന പരാജയങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളോ ഒക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നതാണ്. വസ്തുക്കൾ വിൽക്കാനിട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ഫലം കാണാവുന്നതാണ്. അനുകൂലമായ ഫലം സിദ്ധിക്കുന്നതാണ്. അവർക്ക് വസ്തുക്കൾ വിറ്റ് ആ ധനം കൊണ്ട് വളരെ പ്രയോജനപ്രദമായ വരുമാനം ലഭിക്കുന്ന ഒരിടത്ത് നിക്ഷേപിക്കാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ വർഷാവസാനം ചില ക്ലേശങ്ങൾ സാമ്പത്തികവും മാനസികവും വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവർക്കും ഈശ്വര ഭജനം ഏവരെയും പോലെ അത്യാവശ്യമാണ്. ശാസ്താപ്രീതി നടത്തുക, ശാസ്താക്ഷേത്ര ദർശനം, ശാസ്താവിന് 7 പ്രദക്ഷിണം വയ്ക്കുക, വിഷ്ണുവിന് നെയ്വിളക്ക്, ശ്രീകൃഷ്ണസ്വാമിക്ക് തിരുമധുരം, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്ത് പ്രാർത്ഥനയിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറിൽ വരുന്ന മകയിരത്തിൻ്റെ ഫലം ശ്രദ്ധിക്കാം. മകയിര നക്ഷത്രക്കാർക്ക്, മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങളാണ് ഈ വർഷം വന്നു ചേരുന്നത്. ഇടവിട്ടുണ്ടാകുന്ന ചില ഭാഗ്യങ്ങളും ചില നിർഭാഗ്യങ്ങളും വന്നേക്കാം. എങ്കിലും ഭാഗ്യത്തിനാണ് കൂടുതൽ ആധിക്യമുള്ളത്. ഭാഗ്യവശാൽ അവർ ഉദ്ദേശിച്ചിരുന്ന പല സംരംഭങ്ങളും നടപ്പിലാവുകയും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തീർച്ചപ്പെടുത്തി മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് എഴുത്ത് ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, അതായത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ സാഹിത്യം രചനയുള്ളവർ, അല്ല ആധാരം എഴുത്തുകാർ, അങ്ങനെയൊക്കെയുള്ള എഴുത്ത് വേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലകരമായിരിക്കും. അതിൽ നിന്ന് ധനസമ്പാദനത്തിനും സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാരെ നോക്കുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഗ്രഹനിർമ്മാണത്തിന് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഗ്രഹനിർമ്മാണത്തിന് സാമ്പത്തികമായ ഭദ്രത കൈവന്ന് ചേരുന്നതാണ്. സഹോദരങ്ങൾക്ക് സഹായം അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുള്ള സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും ഇത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മടിയും ക്ഷീണവും എല്ലാം മാറും. വിവാഹത്തിന് വളരെ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് വിവാഹ സംബന്ധമായി ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ ഈ വർഷം അവർക്ക് വരുന്ന വിവാഹത്തിന് ഒരു പെർഫെക്ഷനുള്ള ഒരു ഇണ വന്നു ചേരണമെന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്താൽ അവരുടെ വിവാഹ ജീവിതം വളരെ
അനുകൂലമായിരിക്കും എന്ന് പറയാൻ കഴിയും. ഈ വർഷം വിവാഹം നടക്കുന്നവർ അത് മനസ്സിൽ വെച്ചോളുക. പെർഫെക്ഷൻ നോക്കി പോയാൽ വീണ്ടും വിവാഹം താമസിച്ച് പോകുന്നതാണ്. ഇവർക്ക് യാത്രയാണ് ഈ വർഷം കൂടുതലായിട്ട് കാണുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നതാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് അവിടെ വേണ്ട വഴിപാടുകളും അന്നദാനവും ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് ദുഃഖകരമായ അനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മാറ്റം വരുത്താൻ ഉതകുന്ന ഒന്നാണ്. അടുത്തതായി പുണർദം മുക്കാൽ. പുണർദം മുക്കാൽ എന്ന് പറയുന്ന ആ നക്ഷത്രം, മുക്കാൽ ഭാഗം പുണർദത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ആളുകളുടെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പുണർദം മുക്കാൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ, വളരെ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ തീരാവ്യാധികൾ, ഇതിനൊക്കെ വളരെ അനുകൂലമായ ഒരു ഫലം സിദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചില ആളുകൾ മുഖേന അവർക്ക് ധനം, സാമ്പത്തിക സഹായം, മനസമാധാനം, പുതിയ ബന്ധങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് മനസമാധാനം, ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കാവുന്നതാണ്. സന്താനങ്ങളെ കൊണ്ടുണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. മാനസിക പിരിമുറുക്കത്തിൽ അകപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരുകയും മുമ്പോട്ട് അത് വളരെയധികം നല്ല ഫലങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ അവർ പര്യാപ്തമാവുകയും ചെയ്യും. എന്നാൽ ഇടയ്ക്കിടെ സാധാരണ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവ് അവരെ കാര്യങ്ങളിൽ നിന്ന് പിടിച്ച് പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ജോലി ഭാരം വളരെ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. ഇവർ ഈശ്വര ഭജനം ഒരു ചിട്ടയാക്കി വയ്ക്കേണ്ടതാണ്. യോഗ, ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, നടപ്പ്, നീന്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധിച്ചാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അതിൻ്റെ കൂടെ വിഷ്ണു സഹസ്രനാമ പാരായണവും ശനൈശ്ചര അഷ്ടോത്തരി ജപവും ഇവർക്ക് വളരെ നല്ല അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഹനുമാൻ സേവ ചെയ്യുന്നവർക്ക് ഹനുമാൻ പ്രീതി ഉണ്ടാകുന്നതാണ്. ഹനുമാന് വെറ്റിലമാലയും മറ്റും സമർപ്പിക്കേണ്ടതാണ്. വടമാല ഹനുമാനുള്ളതല്ല, വടവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ടുള്ള മാലയാണ് വടമാല എന്ന് പണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അല്ലാതെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭോജനം കൊണ്ടുള്ള മാലയല്ല. വടം വൃക്ഷത്തിൻ്റെ ഇല കൊണ്ടുള്ള മാലയും വെറ്റില മാലയും വെണ്ണയും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് പുണർദം കാലുകാരുടെ പൊതുവായ ഫലങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ വർഷം അവർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അവർ കർക്കിടകക്കൂറിലാണ് വരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികളും മനക്ലേശങ്ങളും സ്വസ്ഥതയില്ലായ്മയും അസുഖവും ഒക്കെ ഈ വർഷം മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി തീരുന്നതാണ്. അവർക്ക് കുട്ടികളെ കൊണ്ട് ഉള്ള ആശങ്ക, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചുള്ള പരാതികൾ, പ്രശ്നങ്ങൾ, ഉണ്ടായിരുന്ന കലഹങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ്. എന്നാൽ കുറച്ച് ധനനഷ്ടം ഈ വർഷം അവസാനത്തോടുകൂടി വന്നു ചേരാവുന്നതാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി പണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് പ്രലോഭനങ്ങൾക്കകപ്പെട്ട് വളരെയധികം ധനം കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത പുണർദം കാലുകാർക്ക് കാണുന്നുണ്ട്. പുണർദം കാലുകാർക്ക് കാല്, കയ്യ് തുടങ്ങിയ അവയവങ്ങൾക്ക് ചില ഒടിവ് ചതവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ചികിത്സ കൊണ്ട് പെട്ടെന്ന് അവർ സുഖപ്പെടുന്നതാണ്. ദീർഘായുസ്സോടുകൂടിയിരിക്കുന്ന ആളുകളാണ് പൊതുവെ പുണർദം നക്ഷത്രക്കാർ. എങ്കിലും ഈ വർഷം ചില അപ്രതീക്ഷിതമായ അപകടങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഈശ്വര ഭജനം അത്യാവശ്യമാണ്. ശിവഭജനമാണ് വളരെ അത്യാവശ്യമായി കാണുന്നത്. ശിവക്ഷേത്രത്തിൽ പോവുകയും 108 ജലധാര എന്ന് പറയുന്ന വഴിപാട് നടത്തുകയും അതേപോലെ തന്നെ ആയുർ സൂക്തം അർച്ചന നടത്തുകയും ഒക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ആയുർദോഷമൊന്നും വരാതെ ഇരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. മറ്റ് ചില കാര്യങ്ങളിൽ അവർക്ക് വളരെ അനുകൂലമായ
ഭാഗ്യങ്ങളൊക്കെയാണ് വരിക. സ്ഥലം വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് പുതിയ സ്ഥലം വാങ്ങാനും, അതേപോലെ പുര പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ഗൃഹനിർമ്മാണത്തിനുമൊക്കെ അനുകൂലമായ സമയമാണ്. പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാനായി സദാ ഈശ്വരഭജനവും ധന്വന്തര മന്ത്രവും ജപിക്കുന്നത് കൊണ്ട് ഇവരുടെ ആയുർദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വരും. ഇത് എല്ലാ പ്രായക്കാർക്കും ബാധിക്കുന്ന കാര്യമല്ല പറയുന്നത്, പല പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചാണ് പറയുന്നത്. പൊതുവെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും വളരെ നല്ല ഒരു വർഷമായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവർക്ക് വളരെയധികം അനുകൂലമായ സ്കോറുകളെല്ലാം കിട്ടുന്നതാണ്. അതേപോലെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയി പഠനം ആരംഭിക്കാനൊക്കെ അനുകൂലമായ സമയമായിരിക്കും. തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഈശ്വരാനുകൂല്യം കൊണ്ട് നീങ്ങുന്നതാണ്, തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലം നോക്കാം. ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതേപോലെ കേസുകളിലും വഴക്കുകളിലും ഒക്കെ പെട്ടിരിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അത് വളരെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായിട്ട് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. വരുമാനങ്ങൾ ഈ വർഷം അവസാനത്തോടുകൂടി വളരെ സ്റ്റേബിളാകുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരാം. വീട് മാറുകയോ സ്ഥലം മാറുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന വഴക്കുകൾ, ചെറിയ തർക്കങ്ങൾ, ഇതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകുന്നതാണ്. വിവാഹം മൂലം ഒരുപാട് ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാർക്ക്, വിവാഹമോചനത്തിനായി വളരെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായി കാണുന്നു. അതേപോലെ വസ്തു സംബന്ധമായ കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ വിധി ലഭിക്കുന്നതാണ്. ഒരുപാട് സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു വർഷമായിരിക്കും ഇത്. സന്തോഷകരമായ ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുക്കാനും വളരെ മാനസികമായി ആത്മധൈര്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ കുടുംബത്തിൽ നല്ല ഒരു ഐശ്വര്യം വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. എന്നാൽ ചില നെഗറ്റീവ് വിപരീത ശക്തികളുടെ സ്വാധീനം മൂലം ചില ഭാഗ്യദോഷങ്ങൾ വന്നു ചേരാവുന്നതാണ്. അതിനെ നമ്മൾ വളരെ പ്രാചീനമായ ഒരു പ്രയോഗത്തിലൂടെ അവരുടെ വീട്ടിലെ ദുരിതങ്ങളെ എടുത്തു കളയാവുന്നതാണ്. സിറാമിക് ബൗളുകളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളുകളോ വാങ്ങി അതിൽ കല്ലുപ്പ്, ക്രിസ്റ്റൽ സോൾട്ട് നിറച്ച് വെച്ച് എല്ലാ മൂലയ്ക്കും വെച്ചിട്ട് എല്ലാ കറുത്തവാവിനും എടുത്ത് പുറത്ത് കളയുക. അതായത് ഒഴുക്ക് വെള്ളത്തിൽ കളയുക, അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക. ഇങ്ങനെ ഇത് ഒരു 6 മാസം ഇവർ ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പ്രതികൂലമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. അടുത്തതായി ആയില്യം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി അവരനുഭവിച്ചു വരുന്ന കഷ്ടനഷ്ടങ്ങൾക്ക്, കണ്ടകശനി, അഷ്ടമശനി തുടങ്ങിയ ദുരിതങ്ങൾക്കൊക്കെ വിരാമം ഉണ്ടാവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ അവർ നേരിട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു വർഷമായിരിക്കും ഇത്. ചികിത്സകളെല്ലാം ഫലിക്കുന്ന വർഷമായിരിക്കും. ബന്ധുജന സമാഗമം, ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ദൂരെ പോയിരിക്കുന്നവർക്ക് തിരിച്ചു വരികയും അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരെല്ലാം സൗഹൃദത്തോടു കൂടിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഇത്. പിടിവാശി, വൈരാഗ്യം ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം നമ്മൾ പാടെ മറന്നു പോകുന്ന ഒരു വർഷമായിരിക്കും ഇത്. പൊതുവെ വാശിയും വൈരാഗ്യവുമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവർക്ക് ഈ 5 വർഷത്തിലായിട്ട് ഉണ്ടായിരുന്നത്. ഈ 5 വർഷം കൊണ്ട് ഇവർ അനുഭവിച്ചിരുന്ന വഴക്ക്, തർക്കങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുടുംബത്തിലുണ്ടായിരുന്ന സ്ഥൈര്യം, കുടുംബ വഴക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം, ഇതിനൊക്കെ ഒരു വിരാമം ഉണ്ടാകുന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈശ്വര ഭജനത്തോടു കൂടി മുമ്പോട്ട് പോയാൽ
എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി വേഗത്തിൽ അനുകൂലമായി വരുന്നതാണ്. സന്താനങ്ങൾക്ക് ഈ വർഷം വളരെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് പഠിപ്പിക്കുവാൻ കുട്ടികളെ അയക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ഇപ്പോൾ അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുന്നത്. വർഷാവസാനത്തോടുകൂടി ഭാഗ്യങ്ങൾ പലതായി അവർക്ക് വന്നു ചേരുന്നതാണ്. എങ്കിലും ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. പ്രധാനമായും കാളഹസ്തി ദർശനം ഇവർക്ക് അത്യാവശ്യമാണ്. കാളഹസ്തിയിൽ രുദ്രാഭിഷേകം, രാഹുകേതു പൂജ ഒക്കെ ചെയ്യുന്നതോടുകൂടി തിരിച്ച് ഗ്രഹത്തിൽ വന്ന് രുദ്രാഭിഷേകവും +1 വയസ്സിനോടുകൂടി ഒരു വയസ്സുകൂടെ കൂട്ടിയിട്ട് ഒരു രുദ്രാഭിഷേകം വീട്ടിൽ തന്നെ ചെയ്ത് സമാധാനം കണ്ടെത്തേണ്ടതാണ്. ആയില്യത്തിൻ്റെ ദേവതകൾ സർപ്പമായതുകൊണ്ട് മണ്ണാർശാല ദർശനത്തിന് പോകുന്നതും നല്ലതാണ്. കാളഹസ്തിയിൽ പോകാൻ സാഹചര്യമില്ലാത്തവർ മണ്ണാർശാലയിൽ ഈ വർഷം മാസത്തിൽ ഒന്ന് വെച്ച് പോകുന്നത് വളരെ അനുകൂലമായിരിക്കും. ഇനി നമുക്ക് മകനക്ഷത്രക്കാരുടെ ആ ഫലം ഒന്ന് പരിശോധിക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വർഷം അത്ര അനുകൂലമായി കാണുന്നില്ല. വർഷത്തിൻ്റെ പകുതിയോടുകൂടി ചില മാറ്റങ്ങൾ വരും എങ്കിലും ചില അപകടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കരുതിയിരിക്കുക. മനഃശുദ്ധിയും നേരെ വാ നേരെ പോ എന്നുള്ള ആ ഒരു പോളിസിയിലൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ഈ വർഷം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ജോലികൾ ഈ വർഷം വന്നു ചേരുന്നതാണ്. ജോലിയെല്ലാം ലാഗില്ലാതെ അല്ലെ ഇഴച്ചിലില്ലാതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി മടി കൂടാതെ ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള വലിയ പരാതികളും മറ്റും അനുഭവിക്കേണ്ടതായി വരും. അതേപോലെ അതിൻ്റെ അനന്തരഫലമായി തൊഴിൽ വരെ നഷ്ടപ്പെടുന്ന ഒരു വർഷമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം ക്ലേശങ്ങളും നഷ്ടങ്ങളും വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകാതെ അവർക്ക് കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഇടയ്ക്ക് പറയുകയാണ്, നിങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പതിവായി വെള്ളിയാഴ്ച തോറും പോവുകയും കുങ്കുമാർച്ചന നടത്തുകയും ആറ്റുകാലമ്മയ്ക്ക് 7 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ധനനഷ്ടം ധാരാളമായി വന്നു ചേരുന്നതാണ്. തസ്കരമാര് വീട്ടിൽ അതിക്രമിച്ച് കയറുകയോ സ്ഥാപനങ്ങളിൽ അതിക്രമിച്ച് കയറുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന കലാകാരന്മാരാണെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം തിരിച്ചടി അനുഭവിക്കേണ്ടി വരും. എങ്കിലും മെയ് മാസത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി വളരെ അനുകൂലമായി വരുന്നതാണ്. മെയ് മാസം വരെ അവർ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഇവർക്ക് പ്രധാനമായും ദേവീ പ്രാർത്ഥനയാണ് ഈ വർഷത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ടത്. ഈ വർഷം അവർ ദേവീ പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. കൂടാതെ ശാസ്താക്ഷേത്ര ദർശനം, 7 പ്രദക്ഷിണം, ശാസ്താവിന് നീരാഞ്ജനം, അതേപോലെ എള്ള് കിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി വീടിൻ്റെ നടയിൽ പുറത്ത്, ശനിയുടെ സ്ഥാനം പുറത്താണ്, ശനിയെ പുറത്ത് നിർത്തിയാണ് ആരാധിക്കേണ്ടത്. വീടിന് പുറത്ത് നടയിലോ തുളസിത്തറയിലോ ഒരു ഇടിഞ്ഞിലിൽ എള്ള് കിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി കത്തിച്ച് 9 പ്രാവശ്യം സൂര്യനെ പ്രാർത്ഥിച്ചതിന് ശേഷം 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വളരെ ഭക്തിയോടുകൂടി ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമഃ എന്ന് ജപിക്കണം. ഓം ശം ശനൈശ്ചരായ നമഃ. ആശ്ചര്യം എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ശനൈശ്ചര എന്നത്. ശനീശ്വരനല്ല, ശനിയെ ഈശ്വരനായിട്ടല്ല കാണേണ്ടത്. ശനൈഹി ചരഹ എന്ന് പറയുന്ന വാക്കാണ് ശനി. അതായത് സ്ലോ വോക്കർ, പതുക്കെ പോകുന്ന ആള്. അതായത് നമ്മുടെ ഔട്ടർ ഓർബിറ്റിൽ ഏറ്റവും അകലെ സഞ്ചരിക്കുന്ന ശനി സൂര്യനെ ചുറ്റി സഞ്ചരിച്ച് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മന്ദൻ, സ്ലോ വോക്കർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ശനൈശ്ചരായ നമഃ എന്ന് തെറ്റാതെ ശനിയെ പ്രകീർത്തിക്കുകയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇവർക്കുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരമാണ്.
അടുത്തതായി പൂരം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. പൂരം നക്ഷത്രക്കാർക്കും ഏകദേശം മേൽ പറഞ്ഞ ഫലങ്ങൾ തന്നെയാണ്. ബിസിനസ്സിൽ പരാജയമുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് കുടുംബഛിദ്രത്തിലേക്ക് വഴിതെളിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ വന്നു ചേരാം. സഹായിക്കാൻ പോകുന്നത് ഉപദ്രവമായി വരാം, അല്ലെങ്കിൽ വല്ലവരെയും സഹായിക്കാൻ ചെന്ന് അടി പിടി ഇതെല്ലാം കേൾക്കേണ്ടി വരിക, പോലീസ് കേസുകളിൽ ചെന്ന് പെടുക, തൊഴിലിന് മാറ്റം വരിക, ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് സ്ഥാനമാറ്റം വരിക, ഇങ്ങനെ ഒട്ടനവധി മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ ശത്രുക്കളോട് വളരെ സൗഹാർദ്ദമായി പെരുമാറുകയും ശത്രുത മാറ്റിവെക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശത്രുക്കൾക്ക് ബലം കൂടുന്ന ഒരു സമയമാണിത്. എന്നാൽ അവരുടെ സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും പഠന വിഷയങ്ങളിൽ അവർക്ക് നല്ല ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയും അതേപോലെ സ്വന്തം കാര്യങ്ങളിൽ പ്രാപ്തി വരികയും വിവാഹം നടത്താനിരിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ വിവാഹം വരികയും അതുമൂലം പൂരം നക്ഷത്രക്കാർക്ക് ധനച്ചെലവുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് ഇത്. വർഷാവസാനം ഇവരുടെ ക്ലേശങ്ങൾക്കൊക്കെ ഒരുവിധം ശാന്തത ഉണ്ടാകുമെങ്കിലും ഇതേ ക്ലേശങ്ങൾ ഏകദേശം ഒരു 2 വർഷത്തോളം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് എപ്പോഴും നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ജീവിക്കുക. ചതിക്കപ്പെടാനും ചതിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്രകാരം മുമ്പോട്ട് പോവുക. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അടുത്തതായി ഉത്രം കാല്, അതായത് ചിങ്ങക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായ സാഹചര്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടെങ്കിലും ഒരു 6 മാസത്തിന് ശേഷം, അതായത് ഒരു ജൂണിന് ശേഷം അവർക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ അനുഭവിക്കാം. പ്രതികൂലമായ സാഹചര്യങ്ങൾ ആദ്യകാലങ്ങളിൽ വന്നു ചേരുന്നതാണ്. ഈശ്വര പ്രാർത്ഥന, ശനൈശ്ചരനെ വളരെ നന്നായി പ്രാർത്ഥിക്കുക, ശനൈശ്ചര അഷ്ടോസ്തരി ജപിക്കുക, ശനിയുടെ ക്ഷേത്രത്തിൽ ശാസ്താക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അതേപോലെ നമ്മൾക്ക് വീട്ടിൽ നമ്മുടെ ഗൃഹത്തിൽ എള്ളുകിഴി കത്തിച്ച്, അതായത് എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിലിൽ കത്തിച്ച് വീടിൻ്റെ നടയിൽ വെച്ച് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കാവുന്നതാണ്. തുടക്കത്തിൽ സൂര്യനെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. ശനിയാണ് ഈ വർഷം ഇവർക്ക് അനുകൂലമായും പ്രതികൂലമായും വരുന്ന ഗ്രഹം ആയതിനാൽ ശാസ്താക്ഷേത്ര ദർശനം, ശബരിമല ദർശനം ഇവയൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകൾ, ദേവിക്ക് നേർന്നിട്ടുള്ള വഴിപാടുകൾ ഇതൊക്കെ അവർ ചെയ്ത് തീർക്കേണ്ടതാണ്. ഇനി അടുത്തായി നമുക്ക് ഉത്തരമുക്കാൽ നോക്കാം. ഉത്തരമുക്കാൽ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് വളരെയധികം അനുകൂലമായൊരു നക്ഷത്രമാണ്. ഉത്തരമുക്കാലുകാർക്ക് ഈ വർഷം എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഉത്തരമുക്കാൽ. ഉത്തരമുക്കാലുകാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ഇതെങ്കിലും വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ്. വർഷത്തിൻ്റെ ആദ്യമാണ് അവർക്ക് ഭാഗ്യമൊക്കെ വന്നു ചേരുന്നത്. എന്നാൽ വർഷത്തിൻ്റെ അവസാനം ചില നിർഭാഗ്യങ്ങളും കൂടി വന്നു ചേരുന്നതാണ്. എങ്കിലും പരിഹരിക്കത്തക്കതായ ചില പ്രശ്നങ്ങളൊക്കെയാണ് മാത്രമാണ് അവർക്ക് വന്നു ചേരുന്നത്. കുട്ടികളെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠ പുലർത്തിയിരുന്നവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അവർക്ക് എപ്പോഴും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടം മാർച്ചിന് ശേഷം വന്നു ചേരുന്നതാണ്. എന്നാൽ കണ്ടകശനിയാണ് വരുന്നത് എന്നോർത്ത് വളരെയധികം വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തവണത്തെ ശനിമാറ്റം ആരെയും പ്രതികൂലമായി വലുതായി ബാധിക്കുകയില്ല. കാരണം എന്തെന്നാൽ ശനി മാറുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി വരിക എന്ന് പറഞ്ഞാൽ ഒരു തരം രാജയോഗമാണ്. അപ്പം ശനിക്ക് രാജയോഗം വരികയാണ്. അപ്പം പിന്നെ ശനി ഇങ്ങനെ ആരെയും അധികം ഉപദ്രവിക്കുകയില്ല. ശനിയും വ്യാഴവും കൂടി ഒരു മത്സരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശനിയാണോ വലുത്, ഞാനാണോ എന്നുള്ള ഈഗോ ക്ലാഷ്
അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടും കൂടെ ചേരുമ്പോൾ ഈഗോ ക്ലാഷിൽ രണ്ടുപേരും സമന്മാരായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. കണ്ടകശനി നിങ്ങളെ അധികം ബാധിക്കുന്നതായി കാണുന്നില്ല. എന്നാൽ മുട്ടിനും കാലിനും ഉറപ്പായും അസുഖങ്ങൾ വരും. സ്പോർട്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് കാലിന് മുട്ടിന് ഒക്കെ വളരെ കാലം നീണ്ടു നിൽക്കുന്നതായ ക്ഷതങ്ങൾ, ലിഗമൻ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഹിപ്പ് ജോയിൻറ്റിന് ക്ഷതം വരുന്ന രീതിയിലുള്ള വീഴ്ചകളൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട്. പ്രണയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പ്രണയ വിവാഹം നടക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കത് മാറിപ്പോകാൻ ഉള്ള ഒരു നിർഭാഗ്യം വരുന്നതിനാൽ ഭാഗ്യസൂക്ത അർച്ചനയും സമ്മോഹന അർച്ചനയും ഒക്കെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെയ്യുന്നത് അവർക്ക് അതിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ വിവാഹത്തിന് തടസ്സം നേരിടുകയും താമസം വരികയും ഒക്കെ ചെയ്യുന്നതാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ അസുഖങ്ങൾ വന്ന് ആശുപത്രി ചിലവുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ബ്ലഡ് പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്തിട്ട് അവർക്ക് ചില അസുഖങ്ങളൊക്കെ, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെല്ലാം പ്രാർത്ഥനയാണ് എപ്പോഴും നമുക്ക് അനുകൂലമായി വരുന്നത്. വ്യക്തിപരമായ ജീവിതങ്ങളിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വയംവരാർച്ചന, വിവാഹം കഴിയാത്തവർക്ക് സ്വയംവരാർച്ചന, അതേപോലെ വിവാഹം കഴിഞ്ഞവർക്ക് ഐക്യമത്യാർച്ചന, പിന്നെ അതേപോലെ ഇതെല്ലാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ ചെയ്യാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം, ശനിയുടെ ക്ഷേത്രത്തിൽ ശനിക്ക് നീലപുഷ്പം കൊണ്ട് അർച്ചന, ശനിക്ക് നീലവസ്ത്രം ദാനം കൊടുക്കുക, എള്ള് പായസം ശാസ്താവിന് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. വരുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ നേരിടാനായി വീട്ടിൽ എള്ളുകിഴി കത്തിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിച്ച് വീടിൻ്റെ നടയിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. കാലത്തെ വേണോ വൈകുന്നേരം വേണോ എന്നൊക്കെ സംശയം വന്നേക്കാം. ഏത് സമയമാണോ നമുക്ക് അനുകൂലം അതാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഉതകുന്ന സമയം. കാരണം മനസ്സിൽ മറ്റൊന്ന് ചെയ്യാനുണ്ടെന്നുള്ള ടെൻഷനോട് കൂടി ഫോക്കസ് ചെയ്യാതെ വെറുതെ നേർച്ച പോലെ ഒരു വഴിപാട് ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും ഇത്. റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ സ്തംഭിച്ച് കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു വർഷമായിരിക്കും. എന്നാൽ അസുഖങ്ങൾ, മടി, ക്ഷീണം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് അതുമൂലം അസുഖം ഉണ്ടാവുക, അതായത് മടി പിടിച്ച് എക്സർസൈസ് ചെയ്യാതിരിക്കുക, തിന്നിട്ട് ഒരിടത്ത് കിടക്കുക, അപ്പോൾ അസിഡിറ്റി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉള്ള ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ചിട്ടയില്ലായ്മ കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വന്ന് സംഭവിക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണം തീർച്ചയായും അവർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടന്ന് ഇവരുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. വളരെ സൂക്ഷിക്കണം. മറ്റ് ചില കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ സമയങ്ങളായിരിക്കും. നമുക്ക് ഒരുപാട് സഹായികളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർക്ക് കീഴ് ജീവനക്കാരെ കൊണ്ട് വളരെ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ആത്മാർത്ഥതയുള്ള ജോലിക്കാരെയൊക്കെ കിട്ടുന്ന സമയമാണ്. മൊത്തത്തിൽ വലിയ ദോഷമില്ലാതെ ദോഷ സമ്മിശ്രമായി ഈ വർഷം കടന്നു പോകും. ഗുണാധിക്യമാണ് കാണുന്നത്. ചിത്തിരാര കന്നിക്കൂറുകാരാണ് ചിത്തിരാര നക്ഷത്രക്കാർ. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ഇത്. വളരെ നേരെ പോ എന്നുള്ള രീതിയിൽ പോകുന്ന മനുഷ്യർക്ക്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കുകയും ഏതെങ്കിലും തെറ്റായ നിയമാനുസൃതമല്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജയിൽവാസവും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യതയും
ഉണ്ട്. അതേപോലെ ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുന്നതും അവരവരുടെ കർമ്മമനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരാൾ ചീത്തയെന്നോ ഒരാൾ നല്ലതെന്നോ അഭിപ്രായമില്ല. അപ്പോൾ ഏത് തൊഴിലും വളരെ സത്യസന്ധതയോടുകൂടി ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഫലം ഉണ്ടാകുന്നതാണ്. അതേപോലെ ദീർഘമായി നീട്ടിവെച്ചിരുന്ന ചില ശസ്ത്രക്രിയകളൊക്കെ അനിവാര്യമായി വരും. ഉദരസംബന്ധമായ ചില ശസ്ത്രക്രിയകൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. പൈൽസ്, അതേപോലെ ഉള്ള ഫിഷർ, അങ്ങനെയുള്ള ഹെർണിയ, ഇങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങളൊക്കെ അധികരിച്ചിട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടതായിട്ട് സാധ്യത കാണുന്നു. ഇനി ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. വീട്ടിൽ നടക്കാനിരിക്കുന്ന മംഗളകർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നു പോകും. കിട്ടാതെ ഇരിക്കുന്ന കടങ്ങളെല്ലാം വന്നു ചേരും. ഏതെങ്കിലും മംഗളകർമ്മങ്ങൾ നടത്താനായി ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് അവസാന നിമിഷത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ശബരിമലയിൽ ദർശനം നടത്തുന്നതും അതേപോലെ ചോറ്റാനിക്കരയിൽ പോയി 3 ദിവസം ഭജനം ഇരിക്കുന്നതും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചോറ്റാനിക്കരയിൽ 3 ദിവസം ഭജനമിരുന്ന് പ്രാർത്ഥിച്ച് തിരികെ വന്ന് ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. അത് കൂടാതെ ഗ്രഹത്തിൽ എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് ചിത്തിരാര, തുലാക്കൂറിൽ വരുന്ന ചിത്തിരാരയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിരാര നക്ഷത്രക്കാർക്ക് ഒരുപാട് നാൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നതാണ്. വളരെ വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ കുറച്ച് താമസിച്ചേ നടക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കാര്യങ്ങൾ വളരെ അനുകൂലമായി നടക്കുന്നതാണ്. ലോട്ടറിയിൽ വിശ്വസിക്കുകയും ലോട്ടറി എടുത്ത് കൂട്ടുകയൊക്കെ ചെയ്യുന്നവർക്ക് ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള ഒരു വർഷമാണ് ഇത്. ഭാഗ്യം അതുപോലെ ചൂതാട്ടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും ഇത്. വിവാഹത്തിന് തടസ്സങ്ങൾ ഉള്ളവർക്ക് വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നതാണ്. പെൺകുട്ടികൾക്ക് വളരെ ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ജോലി ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാനഹാനി എന്ന് പറഞ്ഞാൽ അരുതാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായി മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതും മാനഹാനി തന്നെയാണ്. അങ്ങനെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന പ്രക്രിയകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. വൃഥാ കലഹമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. അടുത്തതായി ചോതി നക്ഷത്രത്തിൻ്റെ വർഷഫലം നോക്കാം. ചോതി നക്ഷത്രക്കാര് ഒരുപാട് നാള് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും വളരെ അനുകൂലമായി വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് മുൻപ് ചെയ്തു തീർക്കാനിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും അതേപോലെ വിവാഹം ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് വിവാഹം നടത്താനും കുട്ടികളുടെ ഭാവി പഠനത്തിന് അയക്കാനുള്ള പദ്ധതികളൊക്കെ സഫലമാക്കാനും അതേപോലെ വസ്തു സംബന്ധമായ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനും ഗ്രഹനിർമ്മാണത്തിനും മറ്റും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ പുറമേ നിന്നുള്ള സ്ത്രീകളുടെ പ്രവേശനം പുരുഷന്മാർക്ക് വളരെയധികം പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സ്ത്രീ വിഷയങ്ങളിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കുടുംബത്തെയോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്തെയോ ഒക്കെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും അതേപോലെ നമ്മുടെ തൊഴിലിനെ തന്നെ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും സ്ത്രീകൾ മൂലമുള്ള ഇടപാടുകൾ കൊണ്ട് വളരെ ക്ലേശം അനുഭവിക്കുകയും ജയിൽവാസം വരെ അനുഭവിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതേപോലെ ഈ നാർക്കോട്ടിക് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, മരുന്ന് സംബന്ധിച്ച ഡ്രഗ്സ് മരുന്നുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ മരുന്ന് പഴകുകയോ അല്ലെങ്കിൽ മരുന്നിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷനോ ഒക്കെ കൊണ്ട് പരാതികൾ ഉണ്ടാകുന്ന സമയമാണ്. ഏത് തരത്തിലൊക്കെ ഉള്ള ഇങ്ങനത്തെ നെഗറ്റീവ് മേഖലയിൽ നിന്ന്, അതായത് മെഡിക്കൽ മേഖല അതേപോലെ ഈ നെഗറ്റീവായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ പ്രതികൂലമായ ഒരു
വർഷമായിരിക്കും. എന്നാൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾക്ക്, ഒരുവിധം സത്യസന്ധമായി മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും ഇത്. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും, രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടും. എന്നാൽ ത്വക്ക് രോഗം അനിവാര്യമാണ്. ത്വക്ക് രോഗം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഇവർക്കുള്ള ഈശ്വരാരാധന വരുന്നത് മാടൻ എന്ന് പറയുന്ന ശക്തി, അല്ലെങ്കിൽ മാടൻ ക്ഷേത്രത്തിലോ ചാത്തൻ്റെ ക്ഷേത്രത്തിലോ ഒക്കെ വഴിപാട് നടത്തലാണ് ഇവർക്ക് ഈ വർഷം അനുകൂലമായി കാണുന്നത്. ചാത്തൻ സ്വാമിയെ സേവിക്കുകയോ ചാത്തൻ സ്വാമിക്ക് വഴിപാടുകൾ അർപ്പിക്കുകയോ മാടൻ, മറുത മുതലായ ദേവതകളെ പൂജിക്കുന്ന ആളുകളെ സമീപിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയോ പട്ട് നടക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പട്ട് നടക്കി വയ്ക്കുകയും തവിട്ടുകുത്തി എന്ന് പറയുന്ന ഭഗവതിക്ക് തവിട് നേർച്ച നടത്തുകയും സ്വർണ്ണപ്പൊട്ട് ഭഗവതിക്ക് നൽകുകയും ചെയ്യുക. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സ്വർണ്ണപ്പൊട്ട്. ഈ പ്രകാരം ചെയ്താൽ ഇവർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കും. അടുത്തതായി വിശാഖം മുക്കാല് നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ വർഷത്തെ ഫലമെന്ന് നോക്കാം. വിശാഖം മുക്കാൽ നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക് ഈ വർഷം വളരെ അനുകൂലമായ ഒരു സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി ഇടപെടണമെന്ന് മാത്രം. വളരെ വാക്കുകളിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുകയും വെറുതെ കോപിക്കുന്ന സ്വഭാവം മാറ്റി നിർത്തുകയും സൗമ്യമായി പെരുമാറുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി നിങ്ങൾ വളരെ പെട്ടെന്ന് കോപിക്കുകയും മറ്റുള്ളവരോട് അറുത്തുമുറിച്ച് സംസാരിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നമ്മൾ വളരെ അനുകൂലമായി സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറി കാര്യങ്ങളെല്ലാം അനുകൂലമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ട് വളരെ പ്രതീക്ഷയുള്ളൊരു വർഷമാണ്. ജോലി അസ്ഥിരപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ സ്ഥിരപ്പെടുന്നതാണ്. അതേപോലെ തൊഴിലിൽ വലിയ പുരോഗതി, തൊഴിൽ സ്ഥാനത്ത് നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കും. പിന്നെ ഇഷ്ടജനങ്ങൾ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ ബന്ധുജന സമാഗമം എന്ന് പറയാം, ബന്ധുജന സമാഗമത്തിനൊക്കെ പറ്റിയ ഒരു വർഷമാണ്. ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കാണുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വസ്ത്രം, അതേപോലെ സ്വർണം, രത്നം, ഇങ്ങനെയൊക്കെ ഉള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഒരു വർഷമായിരിക്കും. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. പൊതുവെ പെട്ടെന്ന് പിണക്കം വരികയും ദേഷ്യം വരികയും അല്ലെങ്കിൽ സന്തോഷക്കുറവോടുകൂടി എല്ലാത്തിനെയും അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതുള്ളവർ നിർത്തുക. അതേപോലെ വളരെ ശാന്തമായും എന്ത് കിട്ടിയാലും സന്തോഷം പ്രകടിപ്പിച്ചും ഒക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ അനുകൂലമായി നിൽക്കും. ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാനായിട്ടുള്ള പ്രാർത്ഥനയെല്ലാം ഫലിക്കുന്ന സമയമാണ്. രോഗാദി ദുരിതങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അവർക്ക് രോഗശമനം ഉണ്ടാവുകയും ആയുർദൈർഘ്യം ലഭിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സർജറി എല്ലാം നിശ്ചയിച്ചിരിക്കുന്നവർക്ക് സർജറി അനുകൂലമായ രീതിയിൽ നടത്താവുന്നതാണ്. ധനനഷ്ടം, കുറച്ചധിക ധനച്ചെലവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും പറ്റിയ ഒരു വർഷമല്ല ഇത്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ഭാഗ്യമുണ്ടാകും. സന്താനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിച്ച് ക്ലേശിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചികിത്സകളെല്ലാം ഫലിക്കുന്നതാണ്. ദീർഘയാത്രയിലൂടെ അവർക്ക് വളരെ ഭാഗ്യകരമായ ചില ആളുകളെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് അനുകൂലമായ ചില ഫലങ്ങൾ ലഭിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. സ്വാമി അയ്യപ്പനെ ഭജിക്കുകയും ശബരിമല ദർശനം നടത്തുകയും അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുകയും നാരായണായ നമ എന്നെങ്കിലും ജപിക്കുകയും അല്ലാത്ത പക്ഷം സഹസ്രനാമം ജപിക്കുകയും ചെയ്യേണ്ടതാണ്. ഓർക്കാപ്പുറത്ത് ചില സന്തോഷങ്ങൾ വന്നു ചേരുമെങ്കിലും
ഓർക്കാപ്പുറത്ത് ചില ദുഃഖവാർത്തകളും കേൾക്കേണ്ടതായിട്ട് വരും. മനസ്സിനെ ബലപ്പെടുത്തുക, സമാധാനമായി മുമ്പോട്ട് പോകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതേപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. കൂവളമാല ശിവന് ചാർത്തുന്നതും വളരെ അനുകൂലമായിരിക്കും. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല വർഷമാണ് ഇത്. ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ധനസ്ഥിതിക്കുമൊക്കെ ഇത് വളരെയധികം ഉതകുന്നതാണ്. അടുത്തതായി വിശാഖം കാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളൊക്കെ നോക്കാം. അവർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ്. അത് ഏപ്രിലോടുകൂടി വളരെ അനുകൂലമായിട്ട് വരും. ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അനായാസേന നടക്കും. ഈ നവംബർ 20 മുതൽ തന്നെ അവർക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട്. ജോലി അസ്ഥിരമായിരിക്കുന്നവർക്ക് സ്ഥിരപ്പെടാനുള്ള ഒരു സമയമാണ്. രോഗാദി ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് രോഗാദി ദുരിതങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ്. ഭർത്താവിനെ കൊണ്ടുള്ള ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് ഭർത്താവിൽ നിന്ന് വളരെ സമാധാനപരമായ അല്ലെങ്കിൽ വളരെ അനുകൂലമായ പെരുമാറ്റങ്ങളും ഭർത്താവിന് ധനസംബന്ധമായ ഉയർച്ചയ്ക്കുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ധനക്ലേശം അനുഭവപ്പെടുന്നവർക്ക് കഠിനാധ്വാനം കൊണ്ട് ധനം സമ്പാദിക്കാൻ പറ്റും. കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ ധനം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് പരീക്ഷാ വിജയം, ഉദ്ദേശിക്കുന്ന വിഷയം പഠിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാകുന്നതാണ്. ചില അപകടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഏപ്രിൽ മാസത്തിലും ചില ചെറിയ ചെറിയ വീഴ്ചകളോ ഒടിവുകളോ ചതവുകളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള കാലങ്ങളൊക്കെ വളരെ അനുകൂലമായി കാണുന്നു. ഈശ്വരഭജനം അനിവാര്യമാണ്. ദേവീ ഭജനമാണ് മുഖ്യമായും ചെയ്യേണ്ടത്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, 7 പ്രദക്ഷിണം വയ്ക്കുക, ദേവിക്ക് ചുവപ്പോ പച്ചയോ സാരി നേർച്ച വയ്ക്കുകയോ അല്ലെങ്കിൽ പട്ട് ദാനം കൊടുക്കുകയോ ചെയ്യുക. ദൂരെയുള്ള ക്ഷേത്രങ്ങൾ വഴിപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടത്തുക ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ട വഴിപാടുകൾ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം അനിവാര്യമായ ഒരു വഴിപാടായിരിക്കും. മൊത്തത്തിൽ കണ്ടകശനി അകലുന്നതോടുകൂടി വളരെ ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം പൊതുഫലങ്ങളാണ്, സാമാന്യ ഫലങ്ങളാണ്. എന്നാൽ ദശാകാലങ്ങളും അതേപോലെ ദശയുടെ അപഹാരങ്ങളും ഗ്രഹങ്ങളുടെ ഭേദങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മുടെ ഈ ഫലങ്ങളൊക്കെ മാറാം, അനുകൂലമായി തന്നെ വരാം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അനിഴം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ദീർഘനാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ശമനം വരികയാണ്. കാര്യതടസ്സങ്ങളൊക്കെ വളരെ അനുകൂലമായി നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തടസ്സങ്ങൾ നീങ്ങി വരുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരിക്കുന്ന ഇടപാടുകളിൽ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടാത്തവർക്കൊക്കെ ലാഭം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഏപ്രിൽ വരെ അല്ലറ ചില്ലറ ചിലവുകളും അതേപോലെ തന്നെ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് എല്ലാം വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ആളുകൾക്ക് അസുഖങ്ങൾ വരാനും ആശുപത്രി സംബന്ധമായ ചിലവുകളുമൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. നമ്മുടെ തിരക്കേറിയ ജീവിതവും അതേപോലെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുമൊക്കെ കൊണ്ട് മാതാപിതാക്കളെയോ അല്ലെ മുതിർന്നവരെയൊക്കെ വേദനിപ്പിക്കേണ്ടതായി വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവരുടെ മനസ്താപം ലഭിക്കാൻ, അതൊന്നും പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ്, ശാപം, മനസ്താപം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ട്. നമുക്ക് ഭാഗ്യം വരണമെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകളുടെ അനുഗ്രഹ ആശിസ്സുകളും മനസ്സന്തോഷവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഒരു വലിയ പരിഹാരമാണത്. മുതിർന്നവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വസ്ത്രം കുറവുള്ളവർക്ക് വസ്ത്രദാനം കൊടുക്കുക, അന്നദാനം കൊടുക്കുക, മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊടുക്കുക, പരിചരണം ആവശ്യമുള്ളവർക്ക് പരിചരണം കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം വളരെ ലഘുവായി മാറുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. ലളിതാ സഹസ്രനാമ ജപം, ശിവഭജനം
ഇവ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ശിവക്ഷേത്രത്തിൽ ആയുർസൂക്തം അർച്ചന നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ആഴ്ചതോറും ഈ വർഷം മുഴുവനും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ്. കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം പകുതി വരെ അത്ര അനുകൂലമല്ലെങ്കിലും അതിനുശേഷം വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് മുൻപോട്ടുള്ള വർഷങ്ങളിൽ തന്നെ വന്നു ചേരുന്നത്. അവർക്ക് വസ്തു സംബന്ധമായ ഇടപാടിൽ പെട്ടിരിക്കുന്നവർക്ക്, കെട്ടിട നിർമ്മാണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അതേപോലെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരാൻ പോകുന്നത്. തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. ഈ വർഷം ഒരു തുടക്കത്തോടു കൂടി തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന ചിട്ടികളെല്ലാം അടയ്ക്കാനും അതിൽ നിന്ന് പൈസ കിട്ടാനും ഒക്കെ, അതായത് സമ്പാദ്യത്തിൽ നിന്ന് ഭദ്രത നേടാനായിട്ട്, സമ്പാദ്യത്തിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ള ഒരു വർഷമാണിത്. മക്കളെക്കുറിച്ചുള്ള ആകാംക്ഷകളൊക്കെ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഉത്കണ്ഠകളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്കും വിവാഹം മുടങ്ങി നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വിവാഹ സാധ്യതയും ഈ വർഷം സഫലമാകുന്നതാണ്. ശാരീരിക ക്ലേശങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുമെങ്കിലും കൃത്യമായ ചികിത്സ ലഭിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. യോഗ, മെഡിറ്റേഷനൊക്കെ ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. നീന്തൽ ഇവർക്ക് അനിവാര്യമായ ഒരു വിഷയമായി വരും. കാരണം ശരീരത്തിനുണ്ടാകുന്ന ഭാരം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വന്നു ചേരാനായി ജൂൺ മുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീന്തൽ ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായ ഒരു വ്യായാമമായിരിക്കും. ഈശ്വര പ്രാർത്ഥന വളരെ ഗുണം ചെയ്യുന്നതാണ്. ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനം, പ്രദക്ഷിണം, കൂവളമാല കൊണ്ടുള്ള അർച്ചന, അതേപോലെ നെയ്വിളക്ക്, ഭസ്മം നടക്കി വയ്ക്കൽ, ഇതൊക്കെ ഇവർക്ക് പ്രയോജനപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ ഫലം പരിശോധിക്കാം. മൂലം നക്ഷത്രത്തിന് ദീർഘനാളായിട്ടുണ്ടായിരുന്ന കഷ്ടകാലങ്ങളൊക്കെ മാറി. എന്നാൽ കണ്ടകശനി വരികയാണ്. കണ്ടകശനി അനുകൂലമായിട്ടാണ് വരുന്നത്. കാരണം ശനി ഇത്തവണ മീനരാശിയിലേക്കാണ് വരുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു വർഷമായിരിക്കും ഇത്. ചില വിയോഗങ്ങൾ അവർക്ക് വന്നു ചേരാമെങ്കിലും അവയൊന്നും അവരുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ളതായിരിക്കുകയില്ല. സ്ഥാനമാറ്റം, യാത്ര, ഇതെല്ലാം ഇവർക്ക് കാണുന്നു, അനിവാര്യമായിട്ടും അനുകൂലമായിട്ടും കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അടുത്ത വർഷം നവംബറോടുകൂടി അവർക്ക് തീർന്നു കിട്ടുന്നതാണ്. എന്നാൽ ബുദ്ധിമുട്ടായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ ചിങ്ങമാസം മുതൽക്ക് ഇവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ്. സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വീട് പണിയാനോ വീട് വാങ്ങാനോ സന്താനങ്ങൾക്ക് വീട് വാങ്ങാനോ ഒക്കെ ഉള്ള ഒരു സമയമാണ് മൂലനക്ഷത്രക്കാർക്ക്. വിവാഹാദി കാര്യങ്ങൾ മംഗളകരമായി നടക്കുകയും വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കുടുംബ ഛിദ്രങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിലുണ്ടാകുന്ന ഛിദ്രങ്ങൾ അവർക്ക് വലിയ വഴക്കിലേക്കോ വലിയ കലഹത്തിലേക്കോ അല്ലെങ്കിൽ വേർപാടിലോ ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കാവുന്നതാണ്. സന്താനങ്ങൾ വളരെ അനുകൂലമായി പെരുമാറാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. രോഗാദി ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കും. അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ദീർഘകാലമായി അനുഭവിച്ചു വരുന്ന ചില രോഗാദി ദുരിതങ്ങൾക്ക് ശമനം കണ്ടെത്താനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. പുണ്യക്ഷേത്ര ദർശനം ഇവർക്ക് ധാരാളമായി അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ പുതിയ മേഖലകളിലോട്ട് ബിസിനസ് സംബന്ധമായ യാത്രകളും
അതേപോലെ അനുകൂലമായ സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കലാരംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കലാപരമായ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ സാവകാശത്തിൽ രക്ഷപ്പെട്ട് വരുന്നതായിട്ട് കാണുന്നു. ഭക്ഷണശാല, ഹോട്ടൽ തുടങ്ങിയവ നടത്തുന്നവർക്ക് പ്രതികൂലമായ ഒരു വർഷമായിരിക്കും ഇത്. മൂലനക്ഷത്രക്കാർ മൂകാംബികയെ ഭജിക്കുകയും ദേവീ കടാക്ഷത്തിനായി ദേവീക്ഷേത്ര ദർശനം നടത്തുകയും കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി സർപ്പദോഷ പരിഹാരത്തിനുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും മണ്ണാർശാല ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഗ്രഹത്തിൽ എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഈ ശനൈശ്ചര പൂജ നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അനുകൂലമാണ്. എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിൽ കത്തിച്ച് പടിഞ്ഞാറോട്ട് നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിക്കുകയും 18 പ്രാവശ്യം ജപിക്കുകയും 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ദുരിത ശമനത്തിന് വളരെ അനുകൂലമായിരിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ അവർക്ക് അവസാന മാസങ്ങളിൽ ഒക്ടോബർ മുതൽ വരുന്ന കാലഘട്ടങ്ങളിൽ അത്ര അനുകൂലമായിരിക്കുകയില്ല. കച്ചവടം, ബിസിനസ്, അതേപോലെ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നവർക്ക്, ഊഹക്കച്ചവടം ഒക്കെ നടത്തുന്നവർക്ക് കാലം വളരെ അനുകൂലമായി വരികയാണ്. ഫെബ്രുവരി മുതൽ അവർക്ക് ലാഭങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘയാത്രകൾ അവർക്കും അനുകൂലമായി കാണുന്നു. ദൂരോട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാലിനോ കയ്യിനോ പല്ലിനോ പരിക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്യുക. തലസംബന്ധമായ ചില അസുഖങ്ങൾ അവർക്ക് അനുഭവപ്പെടാം. മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥതകളുള്ളവർക്ക് മാനസികമായ രോഗങ്ങൾക്ക് ചികിത്സ എടുക്കേണ്ടി വരും. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൊണ്ട് ചില അസുഖങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം. സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും 108 ജലധാര എന്ന് പറയുന്ന വഴിപാട് നടത്തുകയും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. 108 ജലധാര എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓഫ് പൂജ ഒറ്റയടിക്ക് നടത്തുന്നതാണ്. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ 108 ദിവസം ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുക. മഹാക്ഷേത്രങ്ങളിൽ അതായത് ശിവക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയും പ്രദക്ഷിണങ്ങൾ നടത്തുകയും അന്നദാനം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് വളരെ അനുകൂലമായി കാണുന്നു. സന്താനങ്ങൾക്ക് നേരിടുന്ന ഭാഗ്യങ്ങളും ഒക്കെ ഇവർക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയും ഉദ്യോഗലബ്ധിയുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഉത്രാടം കാല് എന്ന നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഉത്രാടം കാല് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം അനുകൂലമായ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. കുട്ടികൾക്ക് നല്ല ഭാവിയും സന്തോഷകരമായ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവുകയും പിതാവിനെ സംബന്ധിക്കുന്ന ചില സന്തോഷകരമായ വാർത്തകളോടൊപ്പം തന്നെ മാതാവിനെ സംബന്ധിക്കുന്ന ചില സങ്കടകരമായ വാർത്തകളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും. പൊതുവെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇവർ ഗണപതിയെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടയ്ക്കുക, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും, ഗണപതി മാത്രം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും അതേപോലെ മോദകവും അർപ്പിക്കേണ്ടതാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിലുണ്ടായിരിക്കുന്ന ചില പ്രത്യേക കലഹങ്ങളോ തർക്കങ്ങളോ ഒക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ സ്വന്തമായി ഭവനം നിർമ്മിക്കാനും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ഉത്രാടം മുക്കാൽ നക്ഷത്രം
മകരക്കൂറിലാണ് വരുന്നത്. ഉത്രാടമുക്കാൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം തുടങ്ങുന്നതോടുകൂടി അവരുടെ ദീർഘകാലം കഷ്ടപ്പെടുത്തിയിരുന്ന ഏഴരശനി തീരുകയാണ്. അതുകൊണ്ട് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അത് പൂർത്തിയാക്കാൻ സാധിക്കും. കുട്ടികളുടെ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് അത് വളരെ അനുകൂലമായി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ പലരുടെയും സഹായത്തോടു കൂടി അത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ദീർഘയാത്രകൾ നടത്താനിരിക്കുന്നവർക്ക് യാത്രയ്ക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തുചേരുന്നതാണ്. കന്നുകാലികളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമായിരിക്കും. ഫാം ഹൗസൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂലകരമായിരിക്കും. അതിനെയൊക്കെ സംരക്ഷിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമായിരിക്കും. എന്നാൽ ഇവർക്ക് ജലം കൊണ്ടുള്ള ചില ഭീഷണി കാണുന്നതിനാൽ ഇവർക്ക് വെള്ളപ്പൊക്ക ദുരിതം മൂലമോ അല്ലെങ്കിൽ ബോട്ട് യാത്രയിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ജലവുമായിട്ടുള്ള വിനോദങ്ങൾ ഈ വർഷം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇവരുടെ മക്കളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ അവർക്ക് വളരെ അനുകൂലമായ രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലും ആശങ്കയില്ലാത്ത വിധം സബലീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. മെഡിക്കൽ അഡ്മിഷനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രൊമോഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ഉദ്യോഗലബ്ധി, പ്രൊമോഷൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ലതായി വന്നു ചേരുന്നതായി കാണുന്നു. ഇവർക്ക് ഈശ്വര ഭജനം അത്യാവശ്യമാണ്. വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു സഹസ്രനാമ അർച്ചന, ഭാഗ്യസൂക്ത അർച്ചന ഈ വർഷം മുഴുവനും വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട്. ദേവീ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും കടുംബായുസം നടത്തുന്നതും ഇവർക്ക് കാര്യങ്ങൾ സുഗമമാക്കാനായിട്ട് ഉതകുന്നതാണ്. അതിനൊരു ചിട്ടയോ ഇന്ന ദിവസം അമ്പലത്തിൽ പോകണം, ഇന്ന ദിവസം നടത്തണമെന്നൊന്നുമില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോവുകയും ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച തോറും ഭാഗ്യസൂക്തം മാത്രം കൃത്യമായി നടത്തുക. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും. കുറേ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന കണ്ടകശനി, ഏഴരശനിയുടെ ദുരിതങ്ങളെല്ലാം മാറി വളരെ അനുകൂലമായ സാഹചര്യം വന്നു തരുന്നതാണ്. ദീർഘനാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വാങ്ങാനിരിക്കുന്ന വാഹന ഭാഗ്യം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കാനൊക്കെയുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ ലാഭം, ട്രേഡിങ്ങിലൊക്കെ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. തടസ്സങ്ങൾ മാറുന്നതാണ്. മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവർക്ക് മാത്രം കരൾ സംബന്ധമായ അസുഖങ്ങൾ ആപത്തുകൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ സൽസ്വഭാവങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. കുട്ടികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ്. പുരുഷനോ സ്ത്രീയോ ഭാര്യയ്ക്കോ ഭർത്താവിനോ വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ വർഷം ഉള്ളത്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന മുറുക്കം എല്ലാം നഷ്ടപ്പെട്ട് വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. ദീർഘയാത്ര അനുകൂലമാണ്. കാലിന് ലിഗമെന്റ് ഫ്രാക്ചറോ അല്ലെങ്കിൽ നഖം പൊട്ടലോ അല്ലെങ്കിൽ വിരലുകൾക്ക് ചെറിയ ഫ്രാക്ചറോ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ശിവക്ഷേത്ര ദർശനവും ശിവക്ഷേത്രത്തിൽ പോയി ഭജിക്കുകയും അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുകയും വെണ്ണ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ദുരിതങ്ങൾക്ക് വളരെയധികം ശമനം കിട്ടുന്നതാണ്. എങ്കിലും ഗുണാധിക്യമുള്ള ഒരു വർഷമായിരിക്കും. വളരെയധികം പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഇത്. അടുത്തതായി നമുക്ക് അവിട്ടം അര, മകരക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രത്തെക്കുറിച്ച് നോക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് കുറേ നാളുകളായി നേരിട്ട് കൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുകയും ഏഴരശനി പോകുന്ന സമയമായതുകൊണ്ട് അനുകൂലമായ ചില മാറ്റങ്ങൾ വരികയും
നിയമപരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അധികം അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയും കേസ് വഴക്ക് കലഹമൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത്. കൂടാതെ സന്താനങ്ങളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുകയും സന്താനങ്ങളുടെ വേർപാടിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടായി സന്താനങ്ങളെ കണ്ടുമുട്ടാനും ഒത്തുചേരാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നതാണ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നവർക്ക് ദീർഘായുസ് ലഭിക്കുന്നതാണ്. ദീർഘനാളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ അവർ തീർച്ചയായും ഈ ഏപ്രിലിന് മുൻപായിട്ട് മണ്ണാർശാല ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയും രണ്ട് നടയിലും ഏഴ് പൂജാവസ്തുക്കൾ വച്ച് തൊഴുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വേറെ ദുരിതങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. വളരെയധികം ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും കഠിനാധ്വാനത്തോടു കൂടിയൊക്കെ മുമ്പോട്ട് പോയാൽ സാമ്പത്തികമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ്. അടുത്തതായി അവിട്ടത്തിൻ്റെ അടുത്ത പകുതി കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. ഈ വർഷത്തെ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനി ജന്മത്തിൽ നിന്ന് 2 കടക്കുകയാണ്. അതേപോലെ വ്യാഴം അനുകൂലമായി മാറുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ പോലെ അനുഭവപ്പെടുന്നവർക്കും മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്കും രോഗാതി ദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വളരെയധികം ആശ്വാസകരമായ അനുഭവങ്ങളായിരിക്കും 2025 ലഭിക്കുക. അവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരം എന്നോണം അവർക്ക് വ്യാഴം 2ാം ഭാവത്തിലേക്കാണെങ്കിൽ പോലും രാജയോഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടികളുടെ വിവാഹത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിയേക്കാം. എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വിനാശം സംഭവിക്കുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടായ യാത്ര ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജലം മൂലമോ അഗ്നി മൂലമോ ഉണ്ടാകുന്ന ചില ദോഷാനുഭവങ്ങൾ അവർക്ക് അശ്രദ്ധ കൊണ്ട് വന്നു ചേരാവുന്നതാണ്. ശ്രദ്ധക്കുറവ് വളരെയധികം ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് കതകടയ്ക്കുമ്പോൾ കൈ ഇടയിൽ വെച്ചടയ്ക്കുക, കൈക്ക് ഫ്രാക്ചർ ഉണ്ടാവുക ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാകയാൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കി നടത്തുകയും ശ്രീ ശനൈശ്വരനെ പ്രാർത്ഥിക്കുകയും ശനിക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയും ദൂരോട്ടുള്ള 5 ശനിക്ഷേത്രങ്ങളിലൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും അത് അവരുടെ ജീവിത സാഹചര്യവും ഭക്തിയുടെ ആഴവും പോലെ ചെയ്യാവുന്നതാണ്. എന്നാൽ വീട്ടിൽ എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചര എന്ന് ജപിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ശനിക്ഷേത്രത്തിൽ പോവുകയും ശാസ്താക്ഷേത്രത്തിൽ പോവുകയും 7 പ്രദക്ഷിണം വയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും. വളരെ ആശ്വാസകരമായൊരു ശനിമാറ്റമാണ് വരുന്നത്. ശനി 2ലേക്ക് മാറുന്നുള്ളൂ എന്ന് ആശങ്കപ്പെടേണ്ട. ശനി രാജയോഗത്തിലോട്ടാണ് മാറുന്നത്. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ധനനഷ്ടം ഈ വർഷം വളരെ കൂടുതലായിരിക്കും. അതായത് മണി വിത്ത് വിങ്സ് എന്ന് പറയുന്ന പോലെ കയ്യിൽ കിട്ടുന്ന പണം കിട്ടുന്ന ഉടനെ തന്നെ പറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുക, അല്ലെങ്കിൽ ധനാകർഷണ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക, ദേവീ ഭജനം, ലളിതാ സഹസ്രനാമ അർച്ചന, ദേവീ ക്ഷേത്രത്തിൽ 7 പ്രദക്ഷിണം, വിഷ്ണു ക്ഷേത്രത്തിൽ പിടിപ്പണം വയ്ക്കുക ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സന്താനങ്ങളെ കൊണ്ട് ഉള്ള ദുരിതങ്ങളോ പ്രയാസങ്ങളോ അവരുടെ രോഗങ്ങൾ മൂലമുള്ള മനക്ലേശങ്ങളോ ഒക്കെ മാറിക്കിട്ടുന്നതാണ്. മാതാപിതാക്കൾക്കുണ്ടായിരുന്ന കഷ്ടതകളെല്ലാം മാറുന്നതാണ്. എന്നാൽ മാതാവിന് ചില ദുരിതങ്ങൾ വന്നിട്ട് മനക്ലേശം ഉണ്ടാവുകയും ധനനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. വാക്കുകൾ മൂലം പല നഷ്ടങ്ങളും അനുഭവിക്കാനിടയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും സംസാരത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വിവാഹം വളരെ താമസിച്ച്, അതായത്
ഒരു ക്രോണിക് ബാച്ചിലർ ആയിട്ടുള്ള സ്ത്രീക്കും പുരുഷനുമൊക്കെ വിവാഹ സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രത്തിലേക്ക് കടക്കാം. പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഒക്കെ ലഭിക്കാനായി സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇവയൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ദാനമാണ് ഇവർക്ക് ഈ വർഷം കൂടുതലായി ഇവർ ചെയ്യേണ്ടത്. വസ്ത്രദാനം, അന്നദാനം അവരവരുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രങ്ങളിലോ മറ്റ് ദേവാലയങ്ങളിലോ അല്ലാതെ നേരിട്ട് അന്നദാനം കൊടുക്കുന്നത് വളരെയധികം അനുകൂലമായിരിക്കും. അന്നദാനം കൊടുക്കുമ്പോൾ പൊതിച്ചോറ് കെട്ടി വിശന്നിരിക്കുന്നവന് 5 ഉണ്ട് 6ാമതുണ്ടെന്ന ആളിനല്ലാതെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഹാരം കൊടുക്കുക. അപ്രകാരം 7 പേർക്ക് ഒരാഴ്ചയിൽ ആഹാരം കൊടുക്കുന്നത് നിങ്ങളുടെ ഭാഗ്യകരമായ അനുഭവങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടാക്കും. വരാനിരിക്കുന്ന ദോഷങ്ങളൊക്കെ അങ്ങനെ അകന്നു മാറിപ്പോകും. എന്നാൽ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിൽ ധനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് പൂരുരുട്ടാതി കാൽ മീനക്കൂറുകാരുടെ ഫലം നോക്കാം. പൂരുരുട്ടാതി കാൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം ജന്മത്തിലേക്ക് ശനി വന്നിരിക്കുകയാണ്. എങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല. കഴിഞ്ഞ 2.5 വർഷമായി നിങ്ങൾ അനുഭവിക്കുന്ന തൊഴിൽ സ്ഥലത്തെ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്തെ സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും ശമ്പളക്കുറവും അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ അവമതിക്കപ്പെട്ടതിനുമൊക്കെ വലിയൊരു മാറ്റം വരുന്ന ഒരു വർഷമായിരിക്കും. ബന്ധു സമാഗമം, ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുന്ന കണ്ടുമുട്ടുന്ന ഒരു വർഷമായിരിക്കും. ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്ന ഒരു വർഷമായിരിക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്താനുള്ള അനുകൂലമായ സാഹചര്യമായിരിക്കും. സന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും കാരണമാകുന്ന ഒരു വർഷമായിരിക്കും. വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെക്കാളും അനുകൂലമായ റിസൾട്ട് കിട്ടുന്ന ഒരു വർഷമായിരിക്കും. സ്പോർട്സുകാർക്ക് വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുടക്കം വരുന്നതാണ്. സ്പോർട്സുകാർ അപകടങ്ങളോ കാല്, കയ്യ്, മുട്ട് ഒക്കെ ക്ഷതമേൽക്കാനൊക്കെ സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഈശ്വര പ്രാർത്ഥന നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ശനൈശ്വരനെ പ്രാർത്ഥിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശബരിമലയിൽ ദർശനം നടത്തുക, എള്ളുകിരി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞലിൽ കത്തിച്ച് നടയിൽ കത്തിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് 18 പ്രാവശ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുക. ബലി അർപ്പിക്കുന്നത് വളരെ അനുകൂലമായ ഭാഗ്യം ഇവർക്ക് കൊണ്ടുവരുന്നതാണ്. ബലിയിടുന്ന ക്ഷേത്രങ്ങളിൽ പോയി 9 കറുത്തവാവിന് ബലിയിടുന്നത് ഇവർക്ക് വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 4-5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് വ്യാഴം അനുകൂലത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ശനി ദോഷകാരിയല്ലാതെ ജന്മത്തിൽ കയറുന്നുണ്ട്. ജന്മത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ജന്മത്തിനോടടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം അവർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അവർക്ക് സൂര്യഭജനം വളരെ അത്യാവശ്യമാണ്. സൂര്യ നമസ്കാരം, അതേപോലെ ആദിത്യ പൊങ്കാല സ്ത്രീകൾക്ക് അതെല്ലാം വീട്ടിൽ സമർപ്പിക്കാവുന്നതാണ്. ആദിത്യ പൊങ്കാല, ആദിത്യ ഹൃദയ മന്ത്രം ജപം, അതേപോലെ വരാഹി മന്ത്രം ജപിച്ച് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അനുഷ്ഠിക്കേണ്ടതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ മുടങ്ങിക്കിടന്നിരുന്ന ജോലി തിരിച്ചു ലഭിക്കുകയോ അല്ലെങ്കിൽ അസ്ഥിരപ്പെട്ട് കിടക്കുന്ന ജോലി സ്ഥിരപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായി വളരെ മെച്ചപ്പെടുന്ന ഒരു വർഷമായിരിക്കും. വർഷാവസാനത്തോടുകൂടി സ്വന്തമായി ഗ്രഹം അന്യദേശങ്ങളിലോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നു. ദീർഘായുസ്സുണ്ട്.
വളരെയധികം മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ശാന്തമാകാൻ വേണ്ടി യോഗ, മെഡിറ്റേഷനൊക്കെ അനുവർത്തിക്കേണ്ടതാണ്. ഉദര രോഗക്കാരായിരിക്കും മിക്കവാറും ഉത്രട്ടാതി നക്ഷത്രക്കാർ. അവർക്ക് അതുകൊണ്ട് ഉദരസംബന്ധമായി ദഹനം ഉള്ള ആഹാരങ്ങളൊക്കെ ഭക്ഷിക്കുകയും, അതേപോലെ അത്യാവശ്യം മനസ്സിന് വല്ലാത്ത സംഘർഷമുള്ളവർ മെഡിക്കേഷൻ സ്വീകരിക്കുകയും ഹോമിയോ അല്ലെങ്കിൽ അലോപ്പതി മെഡിസിനൊക്കെ ഉപയോഗിച്ച് മനസ്സിനെ ശാന്തമാക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. മാനസികമായ ബലം വീണ്ടെടുത്താൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. രേവതി നക്ഷത്രക്കാരുടെ ഫലം പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അവസരമാണ്. ആരോഗ്യപരമായി വരുന്ന ക്ഷീണങ്ങളും അസുഖങ്ങളും ഒക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി തക്കതായ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതാണ്. സാമ്പത്തികമായി മെച്ചപ്പെടുന്നതാണ്. എന്നാൽ അവർക്ക് വർഷം മധ്യത്തിൽ ജൂൺ ജൂലൈ മാസം ആ കാലഘട്ടങ്ങളിൽ വളരെയധികം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായതിന് ശേഷം അവർക്കതെല്ലാം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചില ആളുകൾ വീട്ടിൽ നിന്ന് വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഇത്. അതുകൂടാതെ അവരുടെ സാമ്പത്തിക ക്ലേശങ്ങൾ ഉള്ളവർക്ക്, സാമ്പത്തികമായി എവിടെ നിന്നെങ്കിലും ധനമൊക്കെ കിട്ടാനുള്ളവർക്ക് ധനം തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വർഷമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു വർഷമായിരിക്കും ഇത്. ഈശ്വരഭജനം വളരെ അത്യാവശ്യമാണ്. സഹസ്രനാമ ജപവും സഹസ്രനാമ അർച്ചനയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും ചെയ്യേണ്ടതാണ്. അന്നദാനം അത്യാവശ്യമാണ്. സൂര്യ നമസ്കാരം അത്യാവശ്യമാണ്. ആദിത്യ ക്ഷേത്രങ്ങളെ സന്ദർശിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് ക്ഷേത്രത്തിൽ പോയാലും പറ്റുന്നത്രവും പ്രദക്ഷിണം വയ്ക്കുന്നത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം നമുക്കുണ്ടാക്കി തരും. അതേപോലെ രേവതി നക്ഷത്രക്കാർക്ക് ദീർഘനാളായി മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാലോചനകളൊക്കെ വീണ്ടും വന്നു ചേർന്ന് ആ വിവാഹം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിവാഹം നടക്കാതെ ക്ലേശിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവേ ഉള്ള ഫലമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും ഏത് ദോഷങ്ങളായാലും ഈശ്വര ഭജനം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും സദാ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയാൽ കഷ്ടദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കരകയറാം. അങ്ങനെ എല്ലാവരുടെയും വർഷഫലം നമ്മൾ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ അനുകൂലമായ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതിയ വർഷം നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം.